പ്രൈവറ്റ് വെറ്ററിനറി നോക്കുന്നവരെ സംബന്ധിച്ചറിയാം. ഈ കോളേജുകൾ എപ്പോഴും ഉള്ളത് ഡൽഹി, രാജസ്ഥാൻ ഏരിയാസിലാണ്. അപ്പം നമുക്ക് ആ കോളേജുകളെ പറ്റി കൂടുതൽ അറിയുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ അറിയാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഈ കോളേജുകൾ അഫിലിയേറ്റഡ് ആണോ, അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കോളേജാണോ, പഠിച്ചാൽ പ്രശ്നമാകുമോ എന്നുള്ളത് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതെ. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ രാജസ്ഥാനിലും ഹരിയാനയിലുമാണ് കോളേജസ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അടുത്തുള്ള കോളേജ് അവിടെയാണ് ഉള്ളത്. പല ടൈപ്പ് കോളേജുകളുണ്ട്. അതെ. പല ടൈപ്പ് കോളേജുകളുണ്ട്. ഇതെല്ലാം കൂടെ പോയി കണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്കവിടെ പോയാലും കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. ഇതിലേതാണ് അഫിലിയേഷൻ പാർട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ഫെസിലിറ്റീസ് മനസ്സിലായേക്കാം. അതെ, അതെ. നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാലും കൃത്യമായിട്ട് മനസ്സിലാകത്തുണ്ടാവില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഷെഡ്യൂൾ 1 പെട്ട കോളേജ് പെർമനൻ്റ്ലി അഫിലിയേറ്റഡ് കോളേജാണെന്ന് നോക്കുക. അതിൻ്റെ ബാക്കി എല്ലാ അഫിലിയേഷൻസും നോക്കുന്നതിനേക്കാളും വെറ്റിനറിനെ സംബന്ധിച്ച് VC അഫിലിയേഷൻ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് ഷെഡ്യൂൾ 1 ആണെന്ന് നിങ്ങൾ വിസിയുടെ സൈറ്റിൽ നിന്ന് ഉറപ്പാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ട്രിവാൻഡ്രത്ത് വെറ്റിനറി കൗൺസിലിൻ്റെ ഓഫീസുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ VCയുടെ സൈറ്റിൽ കയറി ലിസ്റ്റ് നോക്കിയിട്ട് അത് കൺഫേം ചെയ്യുക ഫസ്റ്റ്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും കറണ്ട് അപ്ഡേറ്റഡ് ലിസ്റ്റ് വെച്ചിട്ടുള്ള 94 വെറ്റിനറി കോളേജാണ് ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്, പെർമനൻ്റ്ലി അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തരാം. PDF കൊടുക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കേരള കൗൺസിൽ ഓഫീസുണ്ട് ട്രിവാൻഡ്രം. അവിടെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. പോലും വേണ്ട, വീട്ടിൽ നിന്ന് വിളിക്കും. അതെ. എനിക്കിപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി നോക്കാം. അവിടെ വിളിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജിൻ്റെ പേര് പറയുക, അവരുടെ ആ കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ എന്ന് നോക്കുക എന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും ഈ കോളേജിൽ പഠിച്ചാൽ ബുദ്ധിമുട്ടില്ല. അവരാണ് ആക്ച്വലി നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കേരള രജിസ്ട്രേഷൻ തരേണ്ടത് അവരാണ്. അവിടുത്തെ അഫിലിയേഷൻ, അവിടുത്തെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട്, നിങ്ങളുടെ സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്റ്റേർഡ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നത് വെറ്റിനറി കൗൺസിലാണ്. അവരോട് തന്നെ ചോദിച്ചിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ചെയ്യേണ്ട കാര്യം. അത് രണ്ടും ചെയ്യേണ്ടത്. നിങ്ങൾ നമ്മളെ വിളിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ മിനിമം ഇതിൻ്റെ ഒരു കോൾ റെക്കോർഡ് അയച്ചു കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ VCയുടെ കേരള വെറ്റിനറി കൗൺസിലിൻ്റെ വിളിച്ചൊരു കോൾ റെക്കോർഡും ഈ പറഞ്ഞ ലിസ്റ്റും അയച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷമാണ്, അല്ലാണ്ട് ഞങ്ങൾ പറയുന്ന ഇന്ന കോളേജുകൾ പെർമനൻ്റ്ലി അത് എപ്പോഴും ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 6 മന്ത് കൂടുമ്പം ഇപ്പം ഇന്ന് പെർമനൻ്റ് അഫിലിയേറ്റഡ് ആയ കോളേജ് ചിലപ്പോൾ ആകാണ്ടിരിക്കാം 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ കോളേജിൻ്റെ ആഡ് ഓൺ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കാം. കാരണം ഒത്തിരി പ്രൈവറ്റ് കോളേജുകൾ ഡൽഹി, രാജസ്ഥാനിലുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 200+ മലയാളി വെറ്റിനറി സ്റ്റുഡൻസിനെ എല്ലാ കോളേജിലുമായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു 5 ഇയറിലായിട്ട്. എന്തെങ്കിലും ഇതായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.